ഞാൻ മാത്രം എന്ന ചിന്താഗതി ഈ ബിസിനസ്സിൽ ഇല്ല. ഈ ബിസിനസ്സിൽ അതില്ല. ഈ ബിസിനസിന്റെ ചിന്താഗതി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങളെ ടീമിനെ പഠിപ്പിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ടീമിനോട് കൊടുക്കുക. അവരും കൂടി അത് കാണട്ടെ, അവരും കൂടി അത് അറിയട്ടെ. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങളുടെ ടീമിനെ, നിങ്ങളുടെ കൂടെ വന്ന 4 പേർക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവനക്ക് വേണ്ട ഒരു 4 പേർ അവനെ കണ്ടെത്തും. അതിനെ അവൻ നോക്കിക്കൊള്ളുന്ന മാത്രം വിടരുത്, അവനെ കെട്ടയച്ച് വിടരുത്, അവന്റെ കൂടെ നിൽക്കണം. അവരെ കൂടെ ചേർന്നിട്ട് വേണം അവനക്കൊരു 4 പേരെ കണ്ടെത്താൻ. അങ്ങനെ രണ്ടാമത്തെ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് വേണം രണ്ടാമത്തെ വ്യക്തിക്ക് ഒരു 4 പേരെ കണ്ടെത്താൻ. മൂന്നാമത്തെ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് വേണം അവനക്കൊരു 4 പേരെ കണ്ടെത്താൻ. നാലാമത്തെ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് വേണം അവനക്കൊരു 4 പേരെ കണ്ടെത്താൻ. ഇത് 4 പേരെ തന്നെ കൊണ്ടുവരുന്ന നിർബന്ധം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമില്ല. പക്ഷെ ഇത് നമ്മുടെ ബിസിനസ്സിന് ടോട്ടൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നതിന്റെ ഒരു പ്ലാനാണ് ഈ പറയുന്ന 4 ടീം. ക്ലിയർ? ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്നതിന്റെ പ്ലാനാണ് ഈ പറയുന്ന 4 ടീം. നമുക്ക് 4 ടീം മാത്രം മതി ഒരു 4 മക്കളെ നോക്കാൻ നമ്മൾ തയ്യാറാവുക. ക്ലിയർ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു 4 പേര് നിങ്ങളുടെ കൂടെ, നിങ്ങളൊരു പവർ ഓഫ് 4 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള ഓരോ 4 പേരെയും പവർ ഓഫ് 4 ആക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്ടർ റാങ്കിലേക്ക് എത്തും. അതായത് നിങ്ങളൊരു 5000 രൂപയ്ക്ക് മുകളിൽ വരുമാനത്തിലേക്ക് എത്തും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു 5000 രൂപയ്ക്ക് മുകളിൽ വരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടെയുള്ള 4 പേർക്ക് 5000 രൂപ കൊടുക്കണം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവരെ കൂടെ നിൽക്കണം. അപ്പൊ അവരുടെ കൂടെയുള്ള ഓരോ 4 പേരും 1000 വാങ്ങുന്നുണ്ടാവും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താവും? പ്ലാറ്റിനം ഡയറക്ടർ ആവും. അപ്പൊ നിങ്ങൾക്ക് വരുമാനം മിനിമം ഒരു 20,000 രൂപ, 20,000 രൂപക്ക് മുകളിൽ ആ ലെവലിൽ ഉണ്ടാവും നിങ്ങളുടെ വരുമാനം. പിന്നെ എന്ത് ചെയ്യണം? 4ാമത്തെ മാസം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയ 20,000 രൂപ കൂടെയുള്ള 4 പേർക്ക് കൊടുക്കാൻ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കൂടെ വരുന്ന 4 പേർക്ക് 20,000 ഉണ്ടാവുമ്പോൾ അവരുടെ കൂടെ വരുന്ന 4 പേർക്കും 5000 കിട്ടുന്നുണ്ടാവും. അവരുടെ കൂടെ വരുന്ന 4 പേർക്കും, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കാരണം വരുമാനം കിട്ടുന്നുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ കൂടെ വന്ന 4 പേർക്ക് 20,000 കിട്ടുമ്പോൾ നിങ്ങളുടെ വരുമാനം മാസം 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ബിസിനസിന്റെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം യഥാർത്ഥത്തിൽ 4-3 മാസം മതി 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ. സംഭവം അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ പൊതുവെ പലപ്പോഴും ബിസിനസ്സിൽ വളരെ സ്ലോ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലീഡേഴ്സ് പറയുന്ന പോലെ, അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ വളരാൻ പറ്റാത്തത്. അങ്ങനെ പറ്റിയിട്ടില്ല നിങ്ങൾ കൂട്ടിക്കൊള്ളി, നോ പ്രോബ്ലം, നിങ്ങൾ വിഷമിക്കണ്ട. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ മാസം 1000 കിട്ടി, അടുത്ത മാസം 5000, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 5000 തന്നെ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിറ്റത്തെ മാസം നിങ്ങൾക്ക് 8000, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പിറ്റത്തെ മാസം നിങ്ങൾക്ക് 15000, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 16, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 17, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 25, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 30, പിറ്റത്തെ മാസം നിങ്ങൾക്ക് 25. ചിലപ്പോൾ കുറച്ചും ഇങ്ങോട്ട് കുറഞ്ഞു വരും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ബിസിനസിന്റെ ഇതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് 45, അതൊക്കെ പോവും. ഇപ്പൊ ഞാനിത് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആണ്. നമ്മുടെ ബിസിനസിന്റെ കറക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഒരു 4-3 മാസം മതി മാസം 1 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ. ചിന്തിക്കുക. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു